പിറന്നു ഉണ്ണി പിറന്നു. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു ബാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടും കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടി മാന തമ്പിളി മാമനെ കാട്ടിട്ടും മാമു കൊടുക്കുന്നു നങ്ങേലി. മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ടും തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണ പൂന്തോടെ തട്ടി ഉറക്കി ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഉണ്ണിക്ക് പള്ളിക്കൂടത്തിൽ പോകേണ്ട പ്രായമായി. മുണ്ടുടുപ്പിച്ച് മുടി വാരി ഒതുക്കി കുറി തൊടിയിച്ച് നങ്ങേലി ഉണ്ണിയെ ഒരുക്കി. സന്ധ്യക്ക് മുന്നേ എത്തണേ. ഉണ്ണി മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ചരിവും കയറിറങ്ങി സമയം പോയത് ഉണ്ണി അറിഞ്ഞേയില്ല. അവസാനം ഉണ്ണി ചെന്നു വിട്ടതോ ഭൂതത്തിന്റെ മാളത്തിന് മുൻപിൽ. കിളിവാതിൽ തുറന്നു നോക്കിയ ഭൂതം കണ്ടതോ ആറ്റിലൊലിച്ചെത്തും മാമ്പൽ പൂ പോലെ ആടിക്കുഴഞ്ഞെത്തും അമ്പിളിക്കല പോലെ. ആറ്റിലൊലിച്ചെത്തും മാമ്പൽ പൂ പോലെ ആടിക്കുഴഞ്ഞെത്തും അമ്പിളിക്കല പോലെ. പൊന്നും കുടം പോലെ പൂവം പഴം പോലെ പോന്നു വരുന്നോനെ കണ്ടു പോയി.
നമുക്ക് ഇന്ന് പള്ളിക്കൂടത്തിൽ പോവണ്ട. അവിടെ ആ മാളത്തിന്റെ അപ്പുറത്ത് എന്തൊക്കെയല്ലേ ഉണ്ണി കളിക്കാൻ? ഒരുപാട് സാധനങ്ങളുണ്ട്. ഇന്ന് പോവണ്ട. എന്റെ കൂടെ പോരുന്നോ? കേണു നടന്നാളമ്മ, കാട്ടിലും മേട്ടിലും പൂക്കാളമ്മ, കാണാഞ്ഞു കേണു നടന്നാളമ്മ. പൂമരച്ചോട്ടിലിരുന്നു പൂതം പൂവൻ പഴം പോലൊരുണ്ണിയുമായി. പൂമരച്ചോട്ടിലിരുന്നു പൂതം പൂവൻ പഴം പോലൊരുണ്ണിയുമായി. പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമി തേങ്ങലുകൾ. പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമി തേങ്ങലുകൾ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റിക്കണക്കൻ കണ്ണീരാലൊക്കെ കൊടുത്താളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ തന്നാളമ്മ. തരികന്റെ കുഞ്ഞിനെ തന്നാളമ്മ. ഭൂതമാ കുന്നിന്റെ മേൽ പടിപ്പാറെ കൈതപ്പു പോലെ പറിച്ചു നീക്കി. ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം, കുട്ടിയെ വേഗം വിട്ടുകൊടുത്തു. അമ്മേ നിങ്ങളുടെ തങ്കക്കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കില്ല. എന്നുടെ നേരെ കോപമിതേറെ അരുതരുതെന്നെ നീറ്റിടല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും, നിന്നുടെ കുഞ്ഞിതോ തന്നെ നോക്കൂ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും, നിന്നുടെ കുഞ്ഞിതോ തന്നെ നോക്കൂ. നിന്നുടെ കുഞ്ഞിതോ തന്നെ നോക്കൂ. ആ അമ്മയുടെ സ്നേഹത്തിന് മുൻപിൽ ഭൂതം തോറ്റുപോയി. പക്ഷേ ഉണ്ണിയെ പിരിയാനുള്ള ഭൂതത്തിന്റെ വിഷമം അമ്മ കാണാതെ പോയില്ല. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുന്ന കാലത്ത് ഇല്ലത്ത് വന്ന് ഉണ്ണിയെ കാണാനും അനുഗ്രഹിക്കാനും ഉള്ള സമ്മതം കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ അമ്മ ഉണ്ണിയുമായി അവിടുന്ന് മടങ്ങി. പക്ഷേ എന്തുകൊണ്ടോ വീട് എവിടെയെന്നോ എങ്ങനെ എത്തണമെന്നോ ആ അമ്മ ഭൂതത്തോട് പറഞ്ഞില്ല. ഭൂതമാണെങ്കിൽ അതൊന്നും ചോദിച്ചതുമില്ല. ഇന്നും ആ പാവം കുന്നിറങ്ങി ഉണ്ണി പിറന്ന വീട് ഏതാ, ഉണ്ണി പിറന്ന വീട് ഏതാ എന്ന് അന്വേഷിച്ച് അങ്ങനെ നടക്കുന്നു. ഇതുവരെ പിന്നെ ആ ഉണ്ണിയെ കാണാൻ ആ പാവം ഭൂതത്തിന് കഴിഞ്ഞേയില്ല.